ഇവിടെ നോമ്പ് കൊണ്ട് പാപം പൊറുക്കാൻ രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണത്? ഒന്ന് ഈമാനൻ, വിശ്വാസത്താൽ. രണ്ടാമത്തേത് ഇഹ്തിസാബൻ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ രണ്ടും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എന്തിനാ നോമ്പെടുക്കണത്? അപ്പൊ എല്ലാവരും നോമ്പെടുക്കുമ്പോ ഞാനും നോമ്പെടുക്കും. മുസ്ലിമീങ്ങളൊക്കെ റമദാൻ മാസമായ പിന്നെ നോമ്പെടുക്കൂല്ലേ? അവരെ ഞാനും നോമ്പെടുക്കണ്. വീട്ടിൽ കുട്ടികൾക്കും കൂടി നോമ്പാ. അപ്പൊ പിന്നെ ഞാൻ മാത്രം നോമ്പെടുക്കുക എന്നിട്ട് സമുദായത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടേണ്ടതുണ്ടോ? അപ്പൊ സമുദായത്തോട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് സമുദായം നോമ്പെടുക്കുമ്പോ നോമ്പെടുക്കുക, സമുദായം നോമ്പുറിക്കുക, അങ്ങനെ അതിനു വേണ്ടി എടുക്കുന്നതാണ്. പണ്ടേ ശീലായതാ. നോമ്പ് വന്ന നിസ്കരിക്കൊന്നുമില്ല, വേറൊന്നുമില്ല, പട്ടിണി കിടക്കും. അതിന് വല്ല കാര്യമുണ്ടോ? അത് നോമ്പാണോ? വെറുതെ പട്ടിണി കിടക്കുക, അതുകൊണ്ടൊരു കാര്യമല്ല. അപ്പൊ ഈമാനോട് കൂടിയായിരിക്കണം നോമ്പെടുക്കേണ്ടത്. ഈമാനൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ് ഈ നോമ്പ്. 12 മാസത്തിൽ 1 മാസം എന്റെ അന്നപാനാദികൾ പകൽ സമയങ്ങളിൽ ഞാൻ നിയന്ത്രിക്കണം. എന്നെ സൃഷ്ടിച്ച, എനിക്ക് റിസ്ക് തരുന്ന എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ്. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്. അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഞാൻ എത്ര റൂമിനകത്ത് പോയിട്ട് നോമ്പ് മുറിച്ചാലും അവനറിയും. ഈ ഒരു ബോധത്താലായിരിക്കണം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? നോമ്പെടുക്കേണ്ടത്. അതാണ് വിശ്വാസത്താൽ. അത് ഈമാനിന്റെ പ്രചോദനമായിരിക്കണം. മറ്റാളുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അവരെന്താ വിചാരിക്കുക, അതൊന്നുമല്ല. മനസ്സിലായില്ലേ? കുട്ടികളൊക്കെ ഇപ്പൊ നോമ്പെടുക്കുമ്പോ നമ്മള് നോമ്പെടുക്കാന്നാ മോശല്ലേ? ആ നിലക്ക് അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ചില ആളുകളുണ്ട് നോമ്പിനെ കുറിച്ച്, അതിന്റെ ഭൗതികമായ മെച്ചങ്ങളെ കുറിച്ച് സംസാരിക്കും. വ്രതം അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 12 മാസം ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമാശയത്തിന് 1 മാസം ഒരു 10-12 മണിക്കൂർ പകൽ സമയം ഫുൾ റെസ്റ്റ് കൊടുത്താൽ ആമാശയത്തിന് ശക്തി കൂടും. ആമാശയ സംബന്ധമായ, ഉദര സംബന്ധമായ നിരവധി രോഗങ്ങൾക്ക് അതുകൊണ്ട് പരിഹാരമാകും. അതുകൊണ്ട് ഉപവാസം നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹിന്ദു പറഞ്ഞിട്ടുണ്ട്, മറ്റേ ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ നബി പറഞ്ഞു, ഓനും പറഞ്ഞു, മറ്റോനും പറഞ്ഞു, ശാസ്ത്രജ്ഞൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മള് കിടക്കട്ടെ ഒരു നോമ്പ്, ഏതായാലും വയറിന് വലിയ സുഖമൊന്നുമില്ല, അതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാലായല്ലോ എന്ന നിലക്ക് ആരോഗ്യപരമായ മെച്ചങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഏതായാലും റമദാനല്ലേ, നന്നു എന്നാണ് ഇവരൊക്കെ പറയണത് എന്ന നിലക്ക് നോമ്പെടുത്താൽ അത് ഈമാനൻ എന്ന ഷർത്ത് പാലിച്ചിട്ടില്ല. അവിടെ വിശ്വാസത്താൽ പ്രചോദിതനായിക്കൊണ്ടായിരിക്കണം.